സെപ്റ്റംബർ 6 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ പോർച്ചുഗൽ ജേഴ്സി അണിഞ്ഞ് സബ്ബായി വരുന്ന ജോട്ടയെ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുമോ? പോർച്ചുഗലിൻ്റെയും ലിവർപൂളിൻ്റെയും ആ ചുവന്ന ജേഴ്സി ധരിക്കാൻ ഇനി ഒരിക്കലും അയാൾ ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇപ്പോഴുമായോ? എനിക്ക് ജോട്ടയോടുള്ള കണക്ഷൻ ഞാൻ പറയാം. താരം വോൾസിലായിരുന്ന സമയത്ത് തന്നെ അങ്ങേരുടെ കളിയെക്കുറിച്ചും ഗോൾ അടിയെക്കുറിച്ചും അറിഞ്ഞിരുന്നു. ലിവർപൂളിലേക്കുള്ള വരവും പുള്ളിയുടെ കളിയെക്കുറിച്ച് നല്ല പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അങ്ങനെ 2021 യൂറോ വന്നു. പ്രതീക്ഷയ്ക്കപ്പുറം അമിതമായ സെൽഫിഷ് പ്ലേയാണ് കണ്ടത്. അന്നാകും പലർക്കും ജോട്ടയെ ഒന്ന് വെറുത്തത്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും അയാളെ ഞാൻ വെറുത്തിട്ടില്ല. പകരം ഓരോ പോർച്ചുഗൽ മത്സരത്തിലും ജോട്ട സബ്ബായി വരുന്നതും കാത്ത് ഞാൻ നിൽക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാർക്കറിയാം, ഞാൻ പലപ്പോഴും പോർച്ചുഗൽ കളി വരുമ്പോൾ ജോട്ടയെക്കുറിച്ച് പറയുമായിരുന്നു. എല്ലാ മത്സരങ്ങളിലും റൊണാൾഡോ മാത്രമാകും സ്ട്രൈക്കർ റോഡിൽ. പകരം ജോട്ടയെയും റൊണാൾഡോയെയും ഒരുമിച്ച് കളിപ്പിക്കണം. ഇവർ ഒരുമിച്ച് കളിക്കുന്നത് വളരെ കുറവാകും. എന്നാൽ ഇവർ രണ്ടുപേരും ഫ്രണ്ടിലുണ്ടാകുന്ന സമയത്ത് ഒരു പ്രത്യേക കണക്ഷൻ നിങ്ങൾക്ക് കാണാം. കളിയിൽ വരുന്ന മാറ്റം, ബോക്സിലുണ്ടാകുന്ന സ്പേസ്, ഇവർ തമ്മിലുള്ള ബോണ്ട് എല്ലാം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. നല്ല ഇമ്പാക്റ്റാണ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കാറ്. എന്നാൽ ഇത് പലപ്പോഴും നടക്കില്ല. എല്ലാ കളികളിലും സെക്കൻഡ് ഹാഫ് ആയാൽ ജോട്ടയെ എന്താ ഇറക്കാത്തത്, ജോട്ടയെ ഇറക്കണമെന്നൊക്കെ പറയും. അപ്പോൾ കൂടെയുള്ളവർ പറയും ഇപ്പോൾ പുള്ളി ഫോമില്ലെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു റിപ്ലൈ ഉണ്ട്. ഇതിലുള്ള പല കളിക്കാരെക്കാളും ജോട്ട ഇറങ്ങിയാൽ പോർച്ചുഗലിന് വേണ്ടി കളിക്കും. അവസാന 30-20 മിനിറ്റ് വന്ന് പുള്ളി അത് കാണിക്കുകയും ചെയ്യും. അവസാനമായി നാഷൻസ് ലീഗിൽ ഡെൻമാർക്കിനോടുള്ള പിന്നിൽ നിന്ന രണ്ടാം പാദം നിങ്ങൾ ആരും മറന്നു കാണില്ല. അന്ന് എല്ലാവരും റെൻകാവോയെയും റൊണാൾഡോയെയുമാകും വാഴ്ത്തിപ്പാടിയത്. എന്നാൽ റാഫേൽ ലിയോയെ മാറ്റി ലെഫ്റ്റ് വിങ്ങിൽ ജോട്ടയെ കൊണ്ടുവന്നത് നിങ്ങളാരും ഓർക്കുന്നില്ലേ? ഫസ്റ്റ് ഹാഫിൽ തന്നെ ലിയോയെ മാറ്റി ജോട്ടയെ കൊണ്ടുവരണമെന്ന് ഞാൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ശോകമായിരുന്നു ഫസ്റ്റ് ഹാഫ്, പ്രത്യേകിച്ച് ലിയോ. അന്ന് സബ്ബായി ജോട്ട വന്നപ്പോൾ ലെഫ്റ്റ് വിങ്ങിലുണ്ടായിരുന്ന ഒരു ഓളമുണ്ട്. അത് പോർച്ചുഗൽ കളിക്കുണ്ടായ ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ലായിരുന്നു. തീർന്നിട്ടില്ല. അവസാന ഗോളിലേക്കുള്ള അസിസ്റ്റ് കൊടുത്തത് ആരാ? ജോട്ട ആയിരുന്നു. റാമോസ് ഒന്ന് തട്ടിയിടേണ്ട പണിയേ ഉണ്ടായിരുന്നുള്ളൂ. കൗണ്ടറിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ മറ്റൊരു റൺ ഉണ്ടായിരുന്നു. ബ്രൂണോയ്ക്ക് തളകിലെന്ന പോലെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. മിസ്സാക്കിയില്ലേ മറ്റൊരു അസിസ്റ്റ് ആകുമായിരുന്നു അത്. മത്സരത്തിൽ താരം ഒരു സോളോ റൺ എടുത്തു, ഗോളിയെയും ഡ്രിബിൾ ചെയ്തു, ഒരു ഗോൾ അടിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അത് ഓഫ് സൈഡായി മാറി. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് അത്രയും ടൈറ്റ് മാച്ചിൽ സബ്ബായി വന്ന ഫോമില്ലാത്ത ജോട്ടയായിരുന്നു. ഒരു കളിയിലെ ഉദാഹരണം മാത്രം പറഞ്ഞെന്നേയുള്ളൂ. അങ്ങേരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് അധികമാരും ശ്രദ്ധിക്കില്ല. ശരിക്കും ആ വിജയത്തിന് ശേഷം പിന്നീട് പോർച്ചുഗൽ കളിക്കുണ്ടായ മാറ്റം വലുതായിരുന്നു. അവസാനം അത് ട്രോഫി എടുക്കുന്നവരെ കണ്ടു. ജോട്ടയുടെ കരിയറിലെ അവസാന ട്രോഫി. റൊണാൾഡോ ട്രോഫിയായി വരുമ്പോൾ അതെടുത്ത് തോളിൽ വയ്ക്കാൻ പറയാൻ വേണ്ടി കൈവീശി കാണിച്ച് പാടുപെടുന്നുണ്ടായിരുന്നു ജോട്ട. എങ്ങനെ മറക്കുമല്ലേ? ഡിയാഗോ, ശരിക്കും നിങ്ങൾ വേണമായിരുന്നു പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ.